ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മളിത് പച്ചരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. തലേന്നത്തെ മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ എന്താണേലും കുഴപ്പമില്ല, അടിപൊളിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരി ഒന്ന് രാത്രിക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത്ര നേരം വെക്കണം എന്നൊന്നുമില്ല, ഒരു 3-4 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്കിനി ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ കണ്ണൂർ ദോശയൊക്കെ ആയിട്ട് ഏകദേശം സാമ്യമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ കണ്ണൂരുകാർക്കൊക്കെ ഏകദേശം അറിയാമായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളിത് പച്ചരി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മുഴുവനായിട്ടും ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് പച്ചരിക്ക് 1/2 കപ്പിൻ്റെയും 1/4 കപ്പിൻ്റെ ഇടയിൽ മതി ചോറ്, 1/2 കപ്പ് മൊത്തം വേണ്ട. പിന്നെ ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ തേങ്ങ വേണ്ട, അത്ര തന്നെ മതി. പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ഏകദേശം അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് അരിയുടെ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. തരിയൊന്നും ഇല്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. ഇനി ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് കട്ടിയിലല്ല വേണ്ടത്, നമ്മൾ സാധാ ഉഴുന്ന ദോശയേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിങ്ങനെ തന്നെ ചുട്ടെടുത്താൽ നമ്മുടെ കണ്ണൂക്കാരുടെ ദോശയായി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 5-6 ചെറിയുള്ളി കട്ട് ചെയ്തതാണ്. കുറച്ച് കൂടുതലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. അതിൽ കൂടുതൽ വേണ്ട, അപ്പോൾ നമുക്ക് ചുട്ടെടുക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ ഇതിലേക്ക് ഒരു 2 കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. കരിഞ്ജീരകം ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് കഴിക്കുന്നത്. ചില ആൾക്ക് അത് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. ഇത് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ചുട്ടെടുക്കുമ്പോൾ. അപ്പോൾ ഇനി നമ്മൾ പാനിൽ ഓയിൽ വേണമെങ്കിൽ ആക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഷേപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചെറിയുള്ളി ചേർത്തുകൊണ്ട് അത്ര നല്ല ഷേപ്പിലൊന്നും കിട്ടൂല. അപ്പോൾ പറ്റുന്ന പോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊരു സൈഡ് ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് നെയ്യാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഓയിൽ എന്തെങ്കിലും ചേർത്ത് കൊടുത്താലും മതി. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് തന്നെ നമ്മൾ അപ്പച്ചട്ടിയിലും ചുട്ടെടുക്കാറുണ്ട്, പക്ഷേ അത് ചുട്ടെടുക്കാൻ കുറച്ച് വ്യത്യാസമുണ്ട്. ആദ്യം കുറച്ചൊന്ന് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഈ ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങയും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ടാണ് മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചുറ്റിച്ചെടുക്കും. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ദോശ ചൂടുന്ന പോലെ തന്നെ തിരിച്ചു മറിച്ചുവിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ 2 സൈഡും വെന്തിട്ടുണ്ട്, തിരിച്ചു മറിച്ചുവിട്ട് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത തവി മാവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കറി ഇല്ലെങ്കിലും കഴിക്കാം, പക്ഷേ കറി ഉണ്ടെങ്കിൽ തലേന്നത്തെ മീൻ കറി, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നുന്നില്ലേ, കാരണം നമ്മുടെ ആ ഒരു സാധാ ദോശയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മീൻ കറിയും കൂട്ടിയിട്ട് കഴിക്കാം. ഇത് ഞാൻ തലേന്ന് വെച്ചിട്ടുള്ള മീൻ കറിയാണ്, നല്ല മുളകിട്ടിട്ടുള്ള മീൻ കറിയുടെ കൂടെയാണ് ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിതുപോലത്തെ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.